ഒരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. അഭിജിത്ത് ദീപ് കെയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് ഡൽഹി പോലീസ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നു. മിസ്ലീഡിംഗ് റിപ്പോർട്ട്സ് ആർ കറന്റ്ലി സർക്കുലേറ്റിംഗ് ഓൺ വേരിയസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ക്ലെയിമിംഗ് ദാറ്റ് Abhijit Deepke has been detained by the Delhi police. It's formally clarified that these allegations are entirely false and he is available on stage. ആണോ അഭിജിത്ത് ദീപ്കെ ഇപ്പോഴും വേദിയിലുണ്ടോ? വിഷ്ണു, അഭിജിത്ത് ദീപ്കെ കസ്റ്റഡിയിലെടുത്ത വാർത്ത ഇപ്പോൾ ഡൽഹി പോലീസ് നിഷേധിക്കുകയാണ്. ദീപ്കെ വേദിയിൽ തന്നെ ഉണ്ട് എന്നാണല്ലോ പോലീസ് അവകാശപ്പെടുന്നത്. ശരി, ബാലു വിവരങ്ങൾ നൽകും. ബാലു നൽകിയ അപ്ഡേറ്റ് ആണിത്. എന്താണ് വിശദാംശങ്ങൾ? അഭിജിത്ത് ദീപ്കെ നേരത്തെ ജന്തർ മന്ദറിന് സമീപത്ത് വെച്ച് കസ്റ്റഡിയിൽ എടുത്തു എന്ന കാര്യം ഈ CJP ആണ് പുറത്തുവിട്ടിരുന്നത്. CJP വക്താവായ സൗരവ് ദാസാണ് ഇത്തരമൊരു കാര്യം ഈ എക്സിലൂടെ പുറം ലോകത്തെ അറിയിച്ചിരുന്നത്. അതിനെ നിരാകരിക്കുന്നു. അത് തെറ്റായ, അതായത് ഈ അഭിജിത്ത് ദീപ്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ദീപ്കെ തങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ ഈ അജ്ഞാത കേന്ദ്രത്തിലേക്ക് പോലീസ് മാറ്റിയെന്ന് CJP അവകാശപ്പെടുമ്പോൾ തങ്ങളുടെ കസ്റ്റഡിയിൽ അഭിജിത്ത് ദീപ്കെ ഇല്ല എന്ന കാര്യമാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനിടെ ഈ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വ്യാപകമായ തോതിലുള്ള പോലീസ് ആക്ഷൻ ഇപ്പോൾ നടക്കുകയാണ്. ഈ CJP പ്രവർത്തകർ, CJPയുടെ നേതാക്കളായ അഭിജിത്ത് ദീപ്കെ ഉൾപ്പെടെ ഉള്ളവർ സത്യാഗ്രഹം ഇരുന്നിരുന്ന പന്തൽ പോലീസ് ഇപ്പോൾ പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ വേദിയിൽ ദീപ്കെ ഉണ്ട് എന്നാണല്ലോ ഇപ്പോൾ പോലീസ് അവകാശപ്പെടുന്നത്. അവിടെ നമുക്ക് എത്താൻ കഴിയുന്ന സ്ഥലമാണോ ഈ പോലീസ് സുരക്ഷയ്ക്ക് അപ്പുറത്ത്? അവിടെ ദീപ്കെ ഉണ്ടോ? ദീപ്കയെ സംബന്ധിച്ച് ഈ ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഈ അവസാനമായി അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റൊക്കെ വരുന്നത്. അതായത് താൻ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ സമരത്തിൽ ഭാഗമാകുന്നു എന്നൊക്കെ അഭിജിത്ത് ദീപ്കെ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ വ്യാപകമായ തോതിലുള്ള പോലീസ് ആക്ഷനും മറ്റും ഈ ജന്തർ മന്ദറിന് സമീപത്തുണ്ടായിരുന്നു. അതിനിടയിലാണ് സൗരവ് ദാസ് ഈ അഭിജിത്ത് ദീപ്കെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്ന കാര്യം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ഡൽഹി പോലീസ് തങ്ങളുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെയാണ് അഭിജിത്ത് ദീപ്കെ തങ്ങളുടെ കസ്റ്റഡിയിലില്ല, ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീജ. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിജിത്ത് ദീപ്കെ കസ്റ്റഡിയിലാണെന്ന് CJP ആണ് എക്സിലൂടെ അറിയിച്ചിരുന്നത്. പക്ഷേ ദീപ്കെ കസ്റ്റഡിയിൽ ഇല്ല എന്ന് പോലീസ് പറയുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കൂടി പോലീസ് പറയുന്നു. അഭിജിത്ത് ദീപ്കെ അതേ വേദിയിൽ തന്നെയാണ് ഉള്ളത്, ഇപ്പോഴും സമരവേദിയിലുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനിടെ പോലീസ് ഈ സമരവേദി പൊളിച്ചതായുള്ള വിവരങ്ങളും ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ബാലു, ഒരു നിയന്ത്രണ വിധേയമായ അവസ്ഥയിലാണോ ഇപ്പോൾ ഈ പ്രതിഷേധമുള്ളത്? അതിനെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഡൽഹിയിലെ പല തെരുവുകളിലും ഇപ്പോൾ കോൺഗ്രസ് ജനതാ പാർട്ടി പ്രവർത്തകർ, അതായത് യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇത് പൂർണ്ണമായും ഒരു നിയന്ത്രണ വിധേയമാകണമെങ്കിൽ ഇവരെ ഭൂരിഭാഗം പേരെയും ഈ നഗരത്തിൽ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ അത് നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഏതായാലും നിലവിൽ ഈ പുതുതായി സംഘർഷങ്ങളൊന്നുമില്ല. പക്ഷേ സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല.